ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് നാവിഗേഷൻ എന്നൊരു ഫങ്ഷണാലിറ്റിയാണ്. അതായത് ഒരു സ്ക്രീനിൽ നിന്നും നമ്മൾ മറ്റൊരു സ്ക്രീനിലേക്ക് പോകുന്നതിനെയാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആപ്പുകളൊക്കെ കണ്ടാലറിയാം, നമുക്കൊരു ലിസ്റ്റിംഗ് പേജ് കാണും, അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽ പേജ് കാണും, അങ്ങനെ കുറേ അധികം സ്ക്രീൻസ് കാണും. ഒരു സ്ക്രീനിൽ നിന്ന് മറ്റൊരു സ്ക്രീനിലേക്ക് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നാവിഗേഷൻ്റെ എക്സ്റ്റേണൽ ലൈബ്രറീസ് ആവശ്യമുണ്ട്. അതിന് നമ്മൾ റിയാക്റ്റ് നാവിഗേഷൻ എന്ന് പറയുന്നൊരു ലൈബ്രറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്റ്റ് നാവിഗേഷൻ എന്ന് കൊടുത്താൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോകാൻ പറ്റും. ഇപ്പം റിയാക്റ്റ് നാവിഗേഷൻ്റെ വേർഷൻ 6 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചധികം ലൈബ്രറീസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെയാണ് റിയാക്റ്റ് നാവിഗേഷൻ നേറ്റീവ് എന്നുള്ളത്. അപ്പോൾ അതാദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. അത് കോപ്പി ചെയ്യുക, നമ്മുടെ ടെർമിനലിൽ അത് പേസ്റ്റ് ചെയ്യുക. അതിന് വേണ്ട ഡിപ്പെൻഡൻസീസ് ആണ് റിയാക്റ്റ് നേറ്റീവ് സ്ക്രീൻസ്, അതേപോലെ തന്നെ റിയാക്റ്റ് നേറ്റീവ് സേഫ് ഏരിയ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന 2 ലൈബ്രറീസ്. അതും ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ആകുന്നേ ഉള്ളൂ. സ്ക്രീൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ റിയാക്റ്റ് നേറ്റീവ് സ്ക്രീൻ എന്ന് പറയുന്ന ലൈബ്രറി വർക്ക് ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡിൽ നമ്മൾ ഒരു കോൺഫിഗറേഷൻ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫയലിലാണ്. അപ്പോൾ അതിന് നമ്മൾ അതിവിടെ ആൻഡ്രോയിഡ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ ആപ്പ്, അതിനകത്ത് SRC എന്ന് പറഞ്ഞ ഫോൾഡർ, ദെൻ മെയിൻ, അതിൽ ജാവ എന്ന് പറയുന്നൊരു ഫോൾഡറുണ്ട്. അതിൽ മെയിൻ ആക്ടിവിറ്റി .kt, അതായത് ഒരു കോട്ട്ലിൻ ഫയലാണത്. അപ്പോൾ അതിൽ മെയിൻ ആക്ടിവിറ്റി റിയാക്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഈ ഒരു ഓവർ റൈഡിങ് ഫംഗ്ഷൻ എഴുതണം. അതുപോലെ തന്നെ add the following import statement to the top of the package statement. അതായത് നമ്മൾ ആ സെയിം ഫയലിൽ തന്നെ നമ്മുടെ ഈ പാക്കേജ് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈന് ആഡ് ചെയ്യണം. മെയിൻ ആക്ടിവിറ്റി ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്തൊരു ലൈബ്രറിയാണ് റിയാക്റ്റ് നാവിഗേഷൻ /നേറ്റീവ് സ്റ്റാക്ക് എന്ന് പറയുന്ന ലൈബ്രറി. അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നമുക്ക് മെയിനായിട്ടും 3 രീതിയിലുള്ള നാവിഗേഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റാക്ക് നാവിഗേഷനുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഡ്രോവർ നാവിഗേഷനുണ്ട്. അതായത് നമ്മുടെ ഈ സൈഡിലുള്ള മെനൂസ് വരുമല്ലോ, അതിൻ്റെ
ഡ്രോവർ നാവിഗേഷൻ ഉണ്ട്, പിന്നെ ബോട്ടം ടാബ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നേറ്റീവ് സ്റ്റാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു നാവിഗേഷൻ കണ്ടെയ്നറുണ്ട്. അതായത് ഒരു വ്യൂ പോലെ തന്നെ ഒരു കണ്ടെയ്നർ. ആ ഒരു കണ്ടെയ്നറിനുള്ളിൽ മാത്രമേ ഈ നാവിഗേഷൻസ് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഏറ്റവും പേരൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ നാവിഗേഷൻ കണ്ടെയ്നർ ആയിരിക്കണം. അപ്പോൾ ആ നാവിഗേഷൻ കണ്ടെയ്നറിനകത്ത് നമ്മുടെ ബാക്കിയുള്ള സ്ക്രീൻസും കമ്പോണൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാവിഗേഷൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ബേസിക്കായിട്ട് ആദ്യം ചെയ്യുന്നത് സ്റ്റാക്ക് നാവിഗേഷനാണ്. സ്റ്റാക്ക് നാവിഗേഷനോട് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഇവിടെ നാവിഗേറ്റേഴ്സിനകത്ത് കുറേ അധികം നാവിഗേഷൻസ് ഉണ്ട്. അതിൽ സ്റ്റാക്ക് ഉണ്ട്, പിന്നെ നേറ്റീവ് സ്റ്റാക്ക് ഉണ്ട്, ഡ്രോവർ ഉണ്ട്, ബോട്ടം ടാബ്സ് ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റാക്ക് നാവിഗേഷനാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റാക്ക് നാവിഗേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ റിയാക്ട് നേറ്റീവ് ജസ്റ്റർ ഹാൻഡ്ലർ എന്ന് പറയുന്ന ഒരു ലൈബ്രറി കൂടെ യൂസ് ചെയ്യണം. അതായത് നമ്മുടെ ഓരോ സ്വൈപ്പൊക്കെയുള്ള, നമ്മളിപ്പോൾ സ്വൈപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങൾ റീഡ് ചെയ്യാനായിട്ടാണ് ഈ റിയാക്ട് നേറ്റീവ് ജസ്റ്റർ ഹാൻഡ്ലർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓരോ ജസ്റ്റേഴ്സ് യൂസ് ചെയ്ത് അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള പാക്കേജാണത്. അതുകൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ജസ്റ്റർ ഹാൻഡ്ലർ എന്ന് പറയുന്ന ലൈബ്രറിയിൽ നമ്മൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫയലിൻ്റെ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫോൾഡറിൻ്റെ ഏറ്റവും ആദ്യം വർക്ക് ചെയ്യുന്ന ഫയൽ index.js ആയിരിക്കും. അപ്പോൾ നമ്മൾ index.jsൽ നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ അതിനാദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ജസ്റ്റർ ഹാൻഡ്ലറിനെ ഇമ്പോർട്ട് ചെയ്യുന്ന കോഡ് നമുക്ക് നമ്മുടെ index.jsൽ ആഡ് ചെയ്യാം ഏറ്റവും ആദ്യമായിട്ട്. ഇനി നമുക്ക് ആൻഡ്രോയിഡ് ഫോൾഡറിൽ പോകാം, CD ആൻഡ്രോയിഡ്. എന്നിട്ട് നമ്മൾ ഈ ഗ്രേഡിൽ ക്ലീൻ ചെയ്യണം. അതായത് ഈ ആൻഡ്രോയിഡ് ഫോൾഡർ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മളിപ്പോൾ കുറേ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഗ്രേഡിൽ എന്ന് പറയുന്ന ഫയൽസ് നമ്മൾ ക്ലീൻ ചെയ്യണം. അതിന് ./gradle clean എന്ന കമാൻഡ് കൊടുക്കണം. അപ്പോൾ അത് ആൻഡ്രോയിഡിന് വേണ്ട ഈ ഡിപ്പെൻഡൻസീസൊക്കെ ഇൻസ്റ്റാൾ ആകും. ഇനി നമുക്ക് പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് ഇപ്പോൾ റണ്ണായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ app.js എന്ന് പറയുന്ന ഫയലിലാണ് നമ്മൾ ഈ കോഡെല്ലാം എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഒരു ലിസ്റ്റ് പേജ് എന്ന് വല്ലതും കൊടുക്കാം, അല്ലെങ്കിൽ ഹോം പേജ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിലൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റ് screen.js. ശേഷം നമുക്കത് പേസ്റ്റ് ചെയ്യാം.
പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കമ്പോണൻറ്റിൻ്റെ നെയിമും, അതായത് ആ മെയിൻ കമ്പോണൻറ്റിൻ്റെ പേരും ആ ഫയൽ നെയിം തന്നെ കൊടുക്കാം, അതായത് ലിസ്റ്റ് സ്ക്രീൻ എന്ന് തന്നെ. അപ്പോൾ നമ്മളിവിടെ ആപ്പ് എന്നുള്ളതിന് പകരം ലിസ്റ്റ് സ്ക്രീൻ എന്ന് കൊടുത്തു. സെയിം അതേപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നിടത്തും ലിസ്റ്റ് സ്ക്രീൻ എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ app.jsലുള്ള കോഡ് നമുക്ക് റിമൂവ് ചെയ്യാം. ഫുൾ റിമൂവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.